ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മെ നിരന്തരം അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ സമാധാനം അനുഭവിച്ച് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇതൊന്നും എന്റേതല്ല, എല്ലാം തന്നതല്ലേ. ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും ഇതൊന്നും എന്റേതല്ല. നാഥാ, നിന്റെ ദിവ്യമം ദാനങ്ങളല്ലേ. ഇതൊന്നും എന്റേതല്ല. എല്ലാം ദാനമല്ലേ. ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ. ഇതൊന്നും ഞാൻ നേടിയതല്ല. സംഖ്യ 6:24-26 വാക്യങ്ങൾ. The book of Numbers, chapter 6, verses 24-26. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഈ വാക്യം സംഖ്യ 6:24-26 സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് പങ്കുവെച്ചു കൊടുക്കേണ്ട വാക്യമാണ്. വലിയ നിരാശയിലേക്ക് വീണു പോകുന്നവർക്ക്, മുന്നോട്ടെന്താകുമെന്നറിയാതെ ആകുലപ്പെടുന്നവർക്ക്, ദൈവം എന്നെ മറന്നോ എന്നോർത്ത് നിലവിളിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. അഹ്റോന്റെ ആശീർവാദ പ്രാർത്ഥനയാണിത്. ഇസ്രായേലിന് അഹ്റോൻ നൽകുന്ന പൗരോഹിത്യ ആശീർവാദം. അത്തരമൊരു ആശീർവാദത്തിൻ്റെ കരം നമ്മുടെ മേൽ ഉയർന്നു നിൽക്കട്ടെ ഈ ദിവസം മുഴുവൻ. കർത്താവിൻ്റെ കരുണയും പരിപാലനവും കർത്താവിൻ്റെ കടാക്ഷവും നമ്മുടെ മേൽ ഉണ്ടാകട്ടെ. ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം, അനുഗ്രഹം എന്നത് കേവലം സമ്പത്തല്ല, ആശീർവാദം കേവലം സമ്പത്തല്ല, മറിച്ച് ദൈവത്തിൻ്റെ മുഖം കർത്താവിൻ്റെ ജനത്തിൻ്റെ മേൽ തിളങ്ങുന്ന അനുഭവമാണ്. കർത്താവ് നമ്മെ കരുണയോടെ നോക്കുന്ന അനുഭവമാണ്. വർഷാരംഭത്തിൻ്റെ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ നടക്കാൻ, കർത്താവിൻ്റെ നോട്ടത്തിൻ്റെ കീഴെ, കർത്താവിൻ്റെ കടാക്ഷത്തിൻ്റെ കീഴെ ജീവിക്കാൻ കൃപ കിട്ടാൻ പ്രാർത്ഥിക്കണം. സെയിൻറ്റ് എഫ്രൈം, സഭാപിതാവായ അപ്രൈം പിതാവ് സെയിൻറ്റ് എഫ്രൈം ദ സിറിയൻ പൗരസ്ത്യ സഭാപിതാവാണ്. പിതാവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: The light of God's face is the life to the soul. The light of God's face is life to the soul. ദൈവമുഖത്തിൻ്റെ പ്രകാശം മനുഷ്യാത്മാവിന് ജീവനാണ്. ദൈവമുഖത്തിൻ്റെ പ്രകാശം. തിരുപ്പട്ടക്രമത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു കാനോന പ്രാർത്ഥനയുണ്ട്. പുരോഹിതരെ കുറിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുന്നതാണ്. അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കും. സങ്കീർത്തനമാണ്. നമ്മളും ആഗ്രഹിക്കേണ്ടത് ഈ ദിവസം അത്തരമൊരു അനുഭവത്തിന് വേണ്ടിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതും അതുതന്നെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങളുടെ പരിപാലകനെ, നിന്റെ കരുണയുള്ള കടാക്ഷം, നിന്റെ കരുണയുള്ള നോട്ടം എപ്പോഴും ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. നിന്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ നടക്കട്ടെ. തിരുമുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.